മനസാക്ഷിയുള്ള ഒരാൾക്കും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസവും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ പരിക്കേൽപ്പിച്ച സംഭവം കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. ഇപ്പോഴിതാ തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ ആയമാർ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജനനേന്ദ്രിയത്തിൽ ഉപദ്രവിക്കുന്നത് പതിവ് സംഭവമാണെന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വരുന്നത്. ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളെ ആയമാർ ഉപദ്രവിക്കുമെന്നാണ് മുൻ ആയ വെളിപ്പെടുത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കുഞ്ഞുങ്ങളുടെ ജനനേന്ദ്രിയത്തിൽ ഉപദ്രവിക്കുന്നത് പതിവ് കാഴ്ചയാണെന്നും ഇവർ പറയുന്നു. മാസങ്ങൾക്ക് മുൻപ് വരെ ശിശുക്ഷേമ സമിതിയിൽ ജോലി ചെയ്ത ആയയുടേതാണ് വെളിപ്പെടുത്തൽ. നമ്പർ 1 കേരളത്തിൽ കേരള മുഖ്യമന്ത്രി പ്രസിഡന്റ് ആയിട്ടുള്ള ശിശുക്ഷേമ സമിതിയിൽ കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് 2.5 വയസ്സുള്ള പിഞ്ചു ബാലികയെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു വാർത്ത സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞ് പുറത്തു വന്നിരിക്കുന്നു. ആയമാർ വർഷങ്ങളായി സമിതിയിൽ താൽക്കാലിക ജോലി ചെയ്യുന്നവരാണ്. ശിശുക്ഷേമ സമിതിയിലെ താൽക്കാലിക ജീവനക്കാരായ ആണ്ടൂർക്കോണം സ്വദേശി അജിത, ഐരൂപ്പാറ സ്വദേശി മഹേശ്വരി, കല്ലമ്പലം, നാവായിക്കുളം, മുല്ലനെല്ലൂർ സ്വദേശി സിന്ധു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരെല്ലാം രാഷ്ട്രീയ കരുത്തിൽ ജോലി നേടിയവരാണ്. അതിനിടെ ശിശുക്ഷേമ സമിതിയിൽ ഇതെല്ലാം നിത്യസംഭവമാണെന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നു. പരാതി പറയുന്ന ആയമാർ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് എന്നും ആയ വെളിപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ക്രൂരതകളെല്ലാം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല എന്നും ഇവർ വെളിപ്പെടുത്തിയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കേസിൽ ഇപ്പോൾ പ്രതികളായവർ മുൻപും കുറ്റം ചെയ്തിട്ടുള്ളവരാണ്. താൽക്കാലികമായി ഇവരെ മാറ്റിയാലും പുനർനിയമനം നടക്കുകയാണ് പതിവെന്നും വെളിപ്പെടുത്തലുണ്ട്. ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയെ ക്രൂരമായി ഉപദ്രവിച്ച കാര്യം ആയമാർ അധികൃതരെ അറിയിക്കാൻ മറച്ചുവെച്ചത് ഒരാഴ്ചയാണ്. കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് പതിവാക്കിയിരുന്ന കുഞ്ഞിന് ഒരു പണി കൊടുത്തുവെന്ന രീതിയിലാണ് ആയമാർ പലയിടത്തും വെച്ച് സംസാരിച്ചത്. അറസ്റ്റിലായ ആയമാർ നേരത്തെയും കുട്ടികളോട് മോശമായി പെരുമാറിയെങ്കിലും ഇടത് രാഷ്ട്രീയ ബന്ധം കാരണം ജോലിയിൽ തുടരുകയായിരുന്നു. ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിക്ക് നേരിട്ട ക്രൂരതയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലെത്തിയ കുട്ടിയോട് അറസ്റ്റിലായ ആയമാർ പെരുമാറിയത് അതിക്രൂരമായിട്ടാണ്. കിടക്കയിൽ പതിവായി മൂത്രമൊഴിക്കുന്ന കുട്ടിയെ കാര്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പ്രധാന പ്രതി അജിത ഒപ്പമുണ്ടായിരുന്നവരോട് പറയുന്നത് കഴിഞ്ഞ ദിവസം 24-ന് ഒരു വിവാഹ വേദിയിൽ വെച്ചാണ്. കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് വ്യക്തമായിട്ടും അത് കേട്ട് സന്തോഷിച്ചതല്ലാതെ ഉപദ്രവം തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ ഒപ്പമുണ്ടായിരുന്ന സിന്ധുവും മഹേശ്വരിയും തയ്യാറായില്ല. ഒരാഴ്ചയോളം വിവരം ഇവർ മറച്ചുവെച്ചു. ഇതിനിടെ കുട്ടിയെ കുളിപ്പിച്ചതെല്ലാം പ്രതികളായിരുന്നത് കൊണ്ട് വിവരം പുറത്തു വരാനും വൈകി. വേദന കൊണ്ട് കുട്ടി കരഞ്ഞുവെങ്കിലും പ്രതികൾ അനങ്ങിയില്ല. ആഴ്ച ഡ്യൂട്ടി മാറി പുതിയ ആയയാണ് കുളിപ്പിക്കുമ്പോൾ കുട്ടി നിലവിളിക്കുന്നത് ശ്രദ്ധിച്ചതാണ് നിർണായകമായത്. സ്വകാര്യ ഭാഗത്തെ മുറിവുകൾ അടക്കം അധികൃതരോട് റിപ്പോർട്ട് ചെയ്യുന്നതും ഈ ആയയാണ്. അപ്പോഴേക്കും ഒരാഴ്ച പിന്നിട്ടിരുന്നു. പിൻഭാഗത്തും കൈക്കും സ്വകാര്യ ഭാഗത്തും മുറിവുകളോടെയാണ് തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച കുഞ്ഞിനെ ചികിത്സയ്ക്കായി കൊണ്ടുപോയത്. ക്രൂരമായി മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടറും അറിയിച്ചതിന് പിന്നാലെയാണ് ശിശുക്ഷേമ സമിതി അധികൃതരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തത്. തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തു. സംഭവത്തിൽ 70 പേരുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം 3 പേർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. കുട്ടിയെ ഉപദ്രവിച്ച വിവരം കുറ്റസമ്മത മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികളെ കൈകൊണ്ട് അടിച്ചതിന് നേരത്തെയും ഇതേ പ്രതികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചുവെങ്കിലും ഇടത് രാഷ്ട്രീയ ബന്ധമുള്ള 3 പേരെയും വീണ്ടും ജോലിയിൽ എടുക്കുകയായിരുന്നുവെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാൻ മ്യൂസിയം പോലീസ് ശിശുക്ഷേമ സമിതിയോട് ആവശ്യപ്പെടുകയായിരുന്നു.